നമസ്കാരം. കോൺഗ്രസ്സുകാരെ പോലെ ഇത്രയും ബുദ്ധിയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകർ വരല്ല കേട്ടോ. അവർ വന്ദേമാതര വിവാദം അവർക്ക് വലിയ തലവേദനയായിരുന്നു. ആ തലവേദനയിൽ നിന്ന് അവർ സമർത്ഥമായി രക്ഷപ്പെട്ടിരിക്കുന്നു. അത് രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. ആ രക്ഷപ്പെട്ടതിന് അവരെ സഹായിച്ചത് മഹാത്മാഗാന്ധി. ഞാൻ കള്ളം പറയല്ല, മഹാത്മാഗാന്ധിയെ പഠിച്ചതിലൂടെ അവർക്ക് ഈ വന്ദേമാതര വിവാദത്തിൽ നിന്ന് നോക്കൂ. വന്ദേമാതര വിവാദത്തിൽ കോൺഗ്രസ്സുകാർ എങ്ങനെ കുടുങ്ങിയത്? സത്യം പറഞ്ഞാൽ ഉമ്മ തല്ലുകൊള്ളും, ഉപ്പ ഉമ്മയെ തല്ലിക്കൊല്ലും. സത്യം പറഞ്ഞില്ലെങ്കിൽ ഉപ്പ പട്ടിയിറച്ചി തിന്നും. അങ്ങനെയുള്ളൊരു അവസ്ഥയിലായിപ്പോയി കോൺഗ്രസ്സുകാർ. കേരളത്തില് ആകെ സോണിയാഗാന്ധി, ആ കുടുംബത്തിനെയാണല്ലോ കോൺഗ്രസ് ആശ്രയിക്കുന്നത്. ആ കുടുംബത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ഒരു ഡ്യൂട്ടി. അതുകൊണ്ട് തന്നെ ഇവിടെ ഇവർ വന്ദേമാതരം പൂർണ്ണമായിട്ട് പാടിയാൽ മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ നേതാക്കളെ തോൽപ്പിക്കും. പാടിയില്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ അടപടലം പൊട്ടും. ആകെ പെട്ടുപോയി. കുരങ്ങൻ, പണ്ട് ഈ കുരങ്ങൻ ഉണ്ടല്ലോ, കുരങ്ങൻ പൂരിപ്പോ വാല് കുടുങ്ങിപ്പോയില്ല, ആ അവസ്ഥയിലായി. പക്ഷെ വളരെ സമർത്ഥമായിട്ട് അവരതൊന്ന് രക്ഷപ്പെടാൻ ഒരു തന്ത്രം കണ്ടെത്തിയിരിക്കുന്നു. ആ തന്ത്രം പക്ഷേ BJPയുടെ ചാരന്മാർ കണ്ടെത്തിയിരിക്കുന്നു. അത് ഇന്ന് പ്രധാനപ്പെട്ട ചില ആളുകൾക്കൊക്കെ മനസ്സിലായി. BJPയുടെ അതുവഴി, ഒരു പ്രധാനപ്പെട്ട ആൾ വഴി നമ്മളൊക്കെ അത് മനസ്സിലാക്കിയിട്ടുണ്ട് ഈ കാര്യങ്ങൾ. ജയറാം രമേശിൽ നിന്നാണോ ആ ബുദ്ധി, അതോ വേണുഗോപാലാണോ ആ ബുദ്ധി അവർക്ക് ഉപദേശിച്ചതെന്നറിയില്ല. എന്തായാലും ആ കുടുക്കിൽ നിന്ന്, ആ ഊരാ കുടുക്കിൽ നിന്ന് കോൺഗ്രസ്സുകാർ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോ ചാത്തന്മാർ പുതിയ അറിവ് തന്നത്. അത് എങ്ങനെയാണെന്ന് നോക്കൂ. ഗാന്ധിജിയാണ് ഇതിനു മുമ്പ് ഇതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിട്ടുള്ളത്. ഗാന്ധിജി 2 ഭജൻസ് ഉപയോഗിച്ചു, അല്ലെ? 2 ഭജൻസ്. ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പ് മുസ്ലിം ലീഗ് കോൺഗ്രസിനെ പറഞ്ഞിരുന്നതാണ് ഹിന്ദുത്വ പാർട്ടിയാണെന്ന്. അന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഗാന്ധിജി ഇതുപോലുള്ള ഭജൻസ്, ഇപ്പോൾ ഒരു ഭജന നമുക്കറിയാം, അതിങ്ങനെയാണ്. പൂർണ്ണമായിട്ടും ഒരു വൈഷ്ണവ കീർത്തനം. അത് ഈ സ്വാതന്ത്ര്യ സമരത്തിന് ഗാന്ധിജി ഉപയോഗിച്ചിരുന്നു. അത് വൈഷ്ണവ ജനത്തോ കഹിയോ പീഡ് പറായേ ജാനേ, ആ ഒരു ഭജന ആദ്യം ഉപയോഗിച്ചിരുന്നു. പിന്നെ രണ്ടാമത്തെ ഭജന നമുക്കറിയാം, നമ്മളെല്ലാവരും പാടുന്ന ഭജന, എല്ലാവർക്കും അറിയുന്ന ഭജന. ഈ വൈഷ്ണവ ജനത അത്രത്തോളം എല്ലാവർക്കും അറിയില്ല. പക്ഷെ രഘുപതി രാഘവ രാജാറാം പതിത പാവന സീതാറാം 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 ഭജ് പ്യാരേ തൂ മേഘ ശ്യാം. ഇതാണ് അതിന്റെ ശരിയായ കീർത്തനം, അതാണ്. പക്ഷെ അത് ഗാന്ധിജി അത് മുസ്ലിങ്ങൾക്കും കൂടി സ്വീകാര്യമാകാൻ വേണ്ടിയിട്ട് ചെറിയൊരു മാറ്റം വരുത്തി ഗാന്ധിജി. അത് അദ്ദേഹം ചെയ്തത് ഇങ്ങനെയാണ്: ഈശ്വർ അല്ലാ, അത് ഈശ്വർ അല്ലാ എന്നും കൂടി അതിൽ കൂട്ടിച്ചേർത്തു. ഈശ്വർ അല്ലാ തേരെ നാം സബ്കോ സമ്മതി ദേ ഭഗവൻ. ഇതുപോലെ തന്നെ കോൺഗ്രസ്സുകാര് വന്ദേമാതരത്തിലെ ആദ്യത്തെ 2 ചരണങ്ങൾ സ്വീകാര്യമാണ്. പിന്നെ രണ്ടാമത്തെ ചരണത്തിൽ വരുന്നത് അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഇതാണ്: തുംഹി ദുർഗ ദശപ്രഹരണദായിനി. അതായത് അമ്മേ, നീ ദുർഗയെ പോലെ 10 കൈകളിൽ ആയുധം വഹിച്ചവളാണ് എന്നുള്ള അങ്ങനെയാണ് പിന്നെ ഈ അതിന്റെ സാരാംശം ആ പാട്ട്. അതായത് ദുർഗയെ പോലെ, അതൊരു ഉപമയാണ്. ഒന്നിനോടൊന്ന് സാദൃശ്യം ചെന്നാൽ അത് ഉപമയാം എന്നാണല്ലോ. അമ്മേ ദുർഗയെ പോലെയാണ് നീ എന്ന് ഭാരതാംബയോട് പറയുകയാണ്. അപ്പൊ അത് മാറ്റിയിട്ട് തുംഹി അല്ലാ ദശപ്രചരണദായക, തുംഹി അല്ല ദശപ്രഹരണദായക എന്ന് മാറ്റിയിട്ട് ഈ പ്രശ്നം പരിഹരിക്കാനാണ് ഈ ചാത്തന്മാർ ഇവർക്ക് ഉപദേശം നൽകിയിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും കേഴുക മമ നാടേ എന്നാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. നോക്കൂ, എന്തുകൊണ്ടാണ് ദുർഗയോടും ലക്ഷ്മിയോടും കാളിയോടും ഒക്കെ ഈ രാജ്യത്തെ ഉപമിച്ചത്? യൂറോപ്പിലെ പോലെ ഒരു പാട്രിയാർക്കൽ സമ്പ്രദായം ഇവിടെ ഇല്ല. രാജ്യത്തെ പിതാവായി കാണുന്ന ഒരു പുരുഷാധിപത്യ കേന്ദ്രീകൃതമല്ല ഭാരതത്തിലെ സങ്കല്പം. ഇവിടെ അമ്മ ദൈവങ്ങളുണ്ട്. അമ്മ ദൈവങ്ങൾ നമുക്ക് മാത്രമേ ഉള്ളൂ. അമ്മ ദൈവങ്ങൾ ഇതുപോലെ പേഗൻ സംവിധാനങ്ങളിലൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ഇതുപോലെ എബ്രഹാമിക് കൺസെപ്റ്റുകൾ, ഇല്ലെങ്കിൽ സെമിറ്റിക് സങ്കല്പങ്ങൾ, മതസങ്കല്പങ്ങളിൽ ഒരു അമ്മ ദൈവം എന്നുള്ള സങ്കല്പമില്ല. ഇവിടെ അമ്മ ദൈവം ഉണ്ടായിരുന്നു. നമ്മുടെ അമ്മ ദൈവം ഏറ്റവും ശക്തയായിട്ടുള്ള ദൈവം ആരായിട്ട്? കാളി, ദുർഗ. അപ്പോൾ അതുപോലെ അത്രയും ശക്തിയാണ് അമ്മേ, ഭാരതാംബേ നീ എന്നാണ്
കവി പാടിയത്, കവി അതിനോട് ഉപമിച്ചതാണ്. അവരാണെന്നല്ല പറഞ്ഞത്. നീ ദുർഗയെ പോലെ, കാളിയെ പോലെ, ഈ ദേശത്തിലെ ദൈവസങ്കല്പങ്ങളെ പോലെ, അമ്മ ദൈവസങ്കല്പങ്ങളെ പോലെയാണെന്നാ പറഞ്ഞത് അല്ലെ. അതേസമയം നീ ഇത് യഹോവയെ പോലെ എന്ന് പറയാൻ പറ്റുമോ? നമ്മള് അമ്മയായിട്ടല്ല നമ്മൾ മാതൃഭൂമി എന്നല്ല പറയുന്നത്. മാതൃഭൂമിയിൽ പിതൃഭൂമി അല്ലല്ലോ നമുക്ക്. അത് മനസ്സിലാക്കാനല്ല 1905 ബംഗാൾ വിഭജന കാലത്ത് ഹിന്ദുവും മുസൽമാനും ശിഖയും ബുദ്ധനും ജൈനനും എല്ലാവരും ഒത്തൊരുമിച്ച് വന്ദേമാതരവും പാടി വെള്ളക്കാർക്കെതിരെ പോരാടിയപ്പോൾ ഇതൊന്നും ഉണ്ടായിട്ടില്ല. എങ്ങനെയാണ് ഈ വന്ദേമാതരം എതിർക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടായത്? മുസ്ലിം ലീഗിന്റെ ആവിർഭാവം, മുസ്ലിം ലീഗ് വന്നു, നിരാഷ്ട്രവാദം വന്നു, അവർ മതപരമായ അസഹിഷ്ണുത കാണിച്ചു. അതിനുശേഷം വന്ദേമാതരത്തിൽ ഇവർ അഡ്ജസ്റ്റ്മെന്റ് നടത്തി, കോൺഗ്രസ്സുകാർ അതിൽ വിട്ടുവീഴ്ച ചെയ്തു. പക്ഷേ രാജ്യം വിഭജിക്കപ്പെട്ടു പോയിട്ടും ലാഹോറിലേക്ക് ബസ് കിട്ടിയിട്ടില്ലാത്ത കുറച്ച് ആളുകൾ ഇന്ന് ഇവിടെ അതേ സമ്മർദ്ദം അന്ന് കോൺഗ്രസിനോട് എന്തൊക്കെ കലഹിച്ചു അത് ഇന്ന് BJPയോട് കലഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് മുസ്ലിം ലീഗ് ഇന്ന് ഈ രാജ്യം വിഭജിച്ചു കൊണ്ടുപോയി. പോക്കർ സാഹിബ്, ബനാത്തുവാല, ഇബ്രാഹിം സുലൈമാൻ സെറ്റ്, അങ്ങനെയുള്ള ആളുകളൊക്കെ അവരന്ന് മദ്രാസ് പ്രൊവിൻസിന്റെ മുസ്ലിം ലീഗിന്റെ നേതാക്കളായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവരിവിടെ വേറൊരു മുസ്ലിം ലീഗ്, ആ മുസ്ലിം ലീഗിന്റെ ബാക്കി ഇവിടെ നിലനിർത്തി. അപ്പൊ അന്നത്തെ സ്വഭാവം അവർ കളഞ്ഞിട്ടില്ല. അന്ന് പറഞ്ഞ കാര്യങ്ങളിൽ എന്ന് പറയാണ്. പക്ഷേ മുസ്ലിം ലീഗിന് കേരളത്തിൽ സ്വാധീനം ഉണ്ടായതുകൊണ്ട് കേരളത്തിൽ ഈ പരിപ്പ് വില പോകുന്നു. പക്ഷെ ഇത് ആത്യന്തികമായി ഇത്തരം വാദങ്ങൾ വിഭജനത്തിലേക്കാണ്. ഇത് ഈ നാടിന്റെ സംസ്കാരമാണ്. ഇതിനെ മതവുമായി കൂട്ടിക്കെട്ടേണ്ട. നിങ്ങളുടെ മതപരമായിട്ടുള്ള അസഹിഷ്ണുത നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി, അത് പൊതുസമൂഹത്തിൽ കെടുക്കരുത് എന്ന് പറയേണ്ടതിന് പകരം മതപരമായിട്ടുള്ള ഇത്തരം ശാഠ്യങ്ങൾക്ക് കീഴടങ്ങുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രാജ്യത്തിന് നഷ്ടം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്നാണ് ഇക്കാര്യത്തിൽ ഈ എളിയവൻ സോണിയാഗാന്ധിയെ പോലെ വലിയ കുടുംബത്തിലേക്ക് കെട്ടിക്കയറി വന്നതല്ല, വലിയ യൂറോപ്യൻ രാജ്യത്ത് പിറന്ന് വലിയ കുടുംബത്തിൽ പിറന്ന വലിയ പാരമ്പര്യമുള്ള മനുഷ്യനൊന്നുമല്ല. പക്ഷെ സാധാരണക്കാരിൽ ഒരു കൂലിപ്പണിക്കാരൻ്റെ മകൻ. പക്ഷെ എനിക്ക് ഈ നാടിൻ്റെ എല്ലാം, ഈ ഓരോ നാടിയിലും എൻ്റെ ചോരയും എൻ്റെ രക്തവും അതെല്ലാം എൻ്റെ സിരകളിലും കലർന്നിട്ടുള്ള ഈ നാടിൻ്റെ ഓരോ കാറ്റുപോലും ഓരോ സ്പന്ദനങ്ങളും എനിക്കറിയാം. കാരണം ഈ മണ്ണിൻ്റെ മകനാണ് ഞാൻ. അപ്പം എന്നെപ്പോലുള്ള നൂറുകണക്കിന് ആളുകൾക്ക് ഇത് വേദനിപ്പിക്കുന്നതാണ്. ഇതിൽ നിന്ന് കോൺഗ്രസ് പിന്മാറണം എന്നാണ് വളരെ ഒരു സങ്കടത്തോടു കൂടി അഭ്യർത്ഥിക്കാനുള്ളത്.